നമ്മുടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ സഹോദരങ്ങളെ, പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഒരു പ്രത്യേക ആഗ്രഹമാണ് ധനവാനാകുക എന്നുള്ളത്. മറ്റുള്ളവരെക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പണക്കാരനാകണം, സമ്പത്തുണ്ടാക്കണം, ഞാൻ വലിയ ആളാണെന്ന് മറ്റുള്ളവരെ കൂടെ പറയിക്കണം എന്നുള്ള ചിന്ത പണ്ടുകാലം മുതലേ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ട്. ആ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ വേണ്ടി എന്ത് കുതന്ത്രങ്ങളും ചെയ്യുവാൻ, എന്ത് അധാർമികമായ കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യർ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. സ്തോത്രം. സ്വാഭാവികമായി ധനമുള്ള കുടുംബത്തിൽ ജനിച്ച പ്രിയപ്പെട്ടവരുണ്ട്, അല്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് പണം സമ്പാദിച്ചവരുണ്ട്. എന്നാൽ കുറുക്കു വഴികളിൽ കൂടി ധനവാന്മാർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന അബദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും. പല വിധത്തിലുള്ള കെണികളിൽ അവർ കുടുങ്ങും. പലരുടെയും ചതിയിലാകപ്പെടും. ₹1,00,000 നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കിൽ ഇട്ടാൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ 8% അല്ലെങ്കിൽ 9% ആയിരിക്കും പലിശ കിട്ടുന്നത്. എന്നാൽ ചില ബ്ലേഡ് സ്ഥാപനങ്ങൾ മനുഷ്യനെ പറ്റിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ സമ്പാദ്യം 5 വർഷം കൊണ്ട് ഇരട്ടിയാകും എന്ന് പറഞ്ഞാൽ ഏകദേശം 18% മുകളിലുള്ള വരുമാനം ഒരു മാസം ഉണ്ടാകണം. സ്വാഭാവികമായ രീതിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. അങ്ങനെ ആളുകളുടെ വാഗ്ദാനങ്ങളിൽ അകപ്പെട്ട് എത്രയോ ആളുകളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ ചില മാസങ്ങളിൽ പലിശയൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കും, വിശ്വാസം ആർജിക്കും. അവരുടെ കയ്യിലുള്ള പിന്നെയും ബാക്കിയുള്ള പണം കൂടെ അവർ നിക്ഷേപമായി അവരെ ഏൽപ്പിക്കും. പരിചയമുള്ളവരെയൊക്കെ അവരുടെ അടുക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എത്രയോ പേരുടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചരിത്രം നമുക്കറിയാം. ഇനി ഒരു കൂട്ടരുണ്ട്, കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപം കിടക്കുകയാണ്. മറ്റുള്ളവരുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഈ ഉള്ള കോടികൾ അതുതന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വേഗത്തിൽ ഇരട്ടിയാക്കുവാൻ അവരുടെ അത്യാഗ്രഹം ഹൃദയത്തിൽ വരികയാണ്. അതെടുത്ത് മറ്റു പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെയും ഇരട്ടി സമ്പാദിക്കുവാൻ ആഗ്രഹിച്ച് പുറപ്പെട്ടവരുടെ ചരിത്രവും നമുക്കറിയാം. അപ്പോൾ ഈ
മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ അവരെ കൊണ്ട് ചാടിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നത് എത്ര സത്യമാണെന്ന് നമുക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ഇതാ, അവർ മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. അടുത്തത് പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ദ്രവ്യാഗ്രഹം, പണമുണ്ടാക്കണമെന്നുള്ള ആർത്തി മനുഷ്യനെ തെറ്റിച്ചു കളയും. എത്രയോ കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള അത്യാഗ്രഹത്തിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. സ്തോത്രം. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ധനികന്മാർ ആഗ്രഹിക്കുന്നവർ ദ്രവ്യാഗ്രഹം മൂലം സകലവിധ ദോഷത്തിലും അവർ ചെന്നുപെടുന്നു. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഇതിനകത്ത് സാധാരണ മറ്റുള്ള മനുഷ്യരുടെ കാര്യം മാത്രമല്ല, വിശ്വാസ സമൂഹത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദ്രവ്യാഗ്രഹം എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല, വേർതിരിവൊന്നുമില്ല. പണം കിട്ടിയാൽ എല്ലാവർക്കും കൊള്ളാമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നേരായ വഴിയിൽ കൂടെ സമ്പാദിക്കുന്നതിന് ബൈബിൾ എതിർപ്പൊന്നും പറയുന്നില്ല. എന്നാൽ ദ്രവ്യാഗ്രഹം അത് സകലവിധ ദോഷത്തിലും മനുഷ്യനെ കൊണ്ട് എത്തിക്കും. ന്യായമായ അധ്വാനം മൂലം ധനം സമ്പാദിക്കുവാൻ ബൈബിൾ എല്ലാവർക്കും ബുദ്ധി ഉപദേശിക്കുന്നു. ഈ ലഹരി കച്ചവടവും മയക്കുമരുന്നിൻ്റെ കച്ചവടവും വർദ്ധിക്കുന്നതിൻ്റെ മെയിൻ കാരണം പണമുണ്ടാക്കണമെന്നുള്ള അത്യാഗ്രഹമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ലഹരി മരുന്നുകൾ വാങ്ങിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലും കൊണ്ടുവന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ പോലും ചതിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ദ്രവ്യാഗ്രഹമാണ്. പെട്ടെന്ന് പണക്കാരനാകാം, പെട്ടെന്ന് വലിയ ആളാകാം. എന്നാൽ അത് സമൂഹത്തിനും സ്വന്തം ജീവിതത്തിനും സ്വന്തം കുടുംബത്തിനും ചെയ്യുന്ന അപരാധം എത്ര വലുതാണെന്ന് അവർ അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അവർ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അധ്വാനിച്ച് ധനം സമ്പാദിച്ച് അത് ന്യായമായ മാർഗത്തിൽ സൂക്ഷിക്കുവാൻ, അത് കൈവശമാക്കുവാൻ, അത് തലമുറകൾക്ക് വെച്ചേച്ചു പോകുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്യാഗ്രഹം മൂലം ദ്രവ്യാഗ്രഹത്തിൽ പോയി ചാടി ജീവിതം നശിപ്പിക്കരുത് എന്ന് പ്രിയപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുണ്ട്. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ധനം സമ്പാദിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പിന്നെയും ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കാരുണ്യവാനായ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്താവേ ദിവസത്തിനായി അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതായ നല്ല തിരുവചനത്തിനായിട്ട് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉരുവായി വരുന്ന അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം അവനെ പല വിധത്തിലുള്ള കെണികളിലും കുടുക്കുകളിലും അകപ്പെടുത്തി ജീവിതം തകർത്ത് കളയുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സഹായിക്കണമേ. ന്യായമായ നിലയിൽ അധ്വാനിച്ച് ധനം സമ്പാദിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. തെറ്റായ മാർഗങ്ങളിൽ കൂടി ഒരു രൂപ പോലും കൈവശമാക്കുവാൻ ആരെയും അനുവദിക്കരുത് എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമല്ലാത്ത ഒന്നും ഞങ്ങളുടെ ആരുടെയും കൈകളിൽ എത്തിച്ചേരുവാൻ, അത് സമ്പാദ്യമായി തുടരുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. തട്ടിപ്പ് നടത്തി, വ്യാജം നടത്തി ഒക്കെ പണം സമ്പാദിക്കുന്ന പലരെയും ഞങ്ങൾക്ക് പരിചയമുണ്ട് കർത്താവേ.
അവരെ പോലെ ഒന്നും ഞങ്ങളാകുവാനിടയാകാതെ ഞങ്ങളെ അവിടുന്ന് കർത്താവെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് സൂക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ, അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും അതുകൊണ്ട് സന്തോഷിക്കുവാനും ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങ് കർത്താവെ അടിയങ്ങളുടെ പ്രാർത്ഥന ഘടനായ സ്തോത്രം, അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തനായ സ്തോത്രം, സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരമല്ലവരാകണമേ സ്വർഗീയ പിതാവേ, ആമേൻ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവർ നിങ്ങളൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.